അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന 5 ബ്യൂട്ടി ഹാക്സ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ പെൺപിള്ളേർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഹാക്സ് തന്നെയായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. സിമ്പിൾ ആയിട്ടുള്ള ഹാക്സ് ആണ്, അതായത് നമുക്ക് ഡെയിലി ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഹാക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും വൈകാതെ സ്റ്റാർട്ട് ചെയ്യാം. അതിനേക്കാൾ മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനലിൽ പുതുതായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് സപ്പോസ് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാച്ചസോ അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഏരിയ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാക്കാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത്. സോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഐഷാഡോ പാലറ്റ് ബ്ലാക്ക് കളറാണ്. ഈവൻ സപ്പോസ് നിങ്ങളുടെ ഐഷാഡോ പാലറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജെൽ ഐലൈനർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺമഷി ആയാലും യൂസ് ചെയ്യാം. കൺമഷിയും ജെൽ ഐലൈനറും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് വേഗം മാഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊപ്പം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം കുറച്ച് പൗഡർ അപ്ലൈ ചെയ്തിട്ടും തട്ടിക്കളഞ്ഞാൽ മതി. നമുക്കത് ഒരുപാട് ലാസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഹാക്ക് ആയിരിക്കും. കാര്യം നമ്മുടെ കയ്യിൽ മസ്കാര ഇല്ല, അല്ലെങ്കിൽ മസ്കാര തീർന്നു പോയെങ്കിൽ നമുക്ക് സഡൻ ആയിട്ട് മസ്കാരയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നമ്മുടെ വാട്ടർ പ്രൂഫ് ഐലൈനർ. ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ചുമ്മാ കുറച്ച് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ മസ്കാര എങ്ങനെയാണോ നമ്മുടെ ഐലാഷസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അടുത്ത് മസ്കാര അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പൂളി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഒരുപാട് ലാസ്റ്റിംഗ് ആണ്. ഒന്നാമത് നമ്മൾ എടുത്തിരിക്കുന്ന വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ലാസ്റ്റ് ചെയ്യും. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എത്രത്തോളം അപ്ലൈ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ മസ്കാര ബ്ലാക്ക് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ തേർഡ് ഹാക്കിലോട്ടേക്ക് പോവാം. അതായത് നമ്മുടെ തേർഡ് ഹാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈലൈറ്റർ ഇല്ല, ഹൈലൈറ്റ് ചെയ്യണം നമ്മുടെ ഫേസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഹാക്കാണ്. ഇതിൽ ലിപ് ബാം ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വാസ്ലിൻ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ വാസ്ലിനാണ് എടുത്തിരിക്കുന്നത്. അത് കയ്യിലെടുക്കുക, ഒന്ന് റബ്ബ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എവിടേക്കാണോ ഹൈലൈറ്റ് ചെയ്യേണ്ട ആ ഒരു ഏരിയാസിലൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. മാത്രമല്ല നമുക്ക് ഹൈലൈറ്റർ എന്താണോ നമ്മുടെ ഫേസിൽ ചെയ്യുക അതേ ഫീച്ചർ തന്നെയാണ് ഈ ഒരു വാസ്ലിനും ചെയ്യുക. മാത്രമല്ല നമുക്ക് ഫോട്ടോ ഒക്കെ പോസ് ചെയ്യണം, അല്ലെങ്കിൽ ടിക്ടോക്കൊക്കെ എടുക്കണം, അങ്ങനെ എന്തെങ്കിലും കല്ലറ ചില്ലറ തരികയുടെ പരിപാടിയൊക്കെ ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർത്ത് ഹാക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ നഖമൊക്കെ ഡള്ളായിട്ടിരിക്കുകയാണ്, അതൊന്ന് ഡൾനെസ് മാറ്റണമെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹാക്കാണത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡർ, അതിനുശേഷം അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷുമാണ്. ഈവൻ സപ്പോസ് ഇങ്ങനത്തെ ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രഷിൽ നമ്മൾ പൗഡർ നന്നായിട്ട് എടുത്തതിന് ശേഷം നമ്മുടെ നഖത്തിൻ്റെ ഉൾഭാഗത്തും വെളിയിലെ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു ഫ്രഷ് ലുക്ക് കൊണ്ടുവരും. നഖത്തിന് നല്ലൊരു വൈറ്റ് കളറായിട്ട് വരും, നല്ല രസമുണ്ടാവും കാണാൻ. അപ്പോൾ ഈ ഒരു ഹാക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഹാക്ക് എന്താണെന്ന് നോക്കാമല്ലേ. ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഏതെങ്കിലും ഒരു റിങ് ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്, അത് അഴിക്കാനേ പറ്റണില്ലെങ്കിൽ നമുക്ക് സഡൻ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഹാക്കാണിത്. അതായത് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നിവിയ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഏത് മോയ്സ്ചറൈസർ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ റിങ് ഊരി വരുന്നതായിരിക്കും. ഈവൻ സപ്പോസ് നമ്മുടെ കയ്യിലെ വളകൾ പോലും ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഹാക്കാണ് കേട്ടോ. സോ ഇത്രയും ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാര്യം നമുക്ക് മസ്കാര തീർന്നു പോയി, പെട്ടെന്നില്ല മസ്കാര ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഹാക്ക് ഉണ്ടായിരുന്നു. ഹൈലൈറ്ററിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഹാക്ക് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ. സോ ഇത്രയും ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ആൻഡ് ബൈ.